Hello guys, hi guys, and how are you? It's me, Vlogger Kittu here with a new video, guys. Is this an issue faced by all the customers who are buying the products online? അതായത് നമ്മൾ ഓൺലൈനിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലുള്ള വെബ്സൈറ്റുകളില്ലേ, ആപ്ലിക്കേഷൻസ് ഇല്ലേ, നമ്മൾ ഭയങ്കര വിശ്വസ്തയോടെ ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഓരോ സാധനങ്ങളും. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഗോപ്രോയും അതുപോലെ തന്നെ ഗോപ്രോയുടെ ഫ്ലോട്ടിംഗ് സ്റ്റിക്കും ഞാൻ ഓർഡർ ചെയ്തു. സംഭവം ഗോപ്രോ ക്യാമറ നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ്ലി പാക്ഡ് ആയിട്ടാണ് വന്നത്. പാക്കറ്റും പൊട്ടിച്ചിട്ടില്ല, അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള പാക്കറ്റും ആ ഒരു കവറിങ്ങും യാതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റിക്ക് അതായത് ഞാൻ ഇപ്പം ജിംബലായിട്ട് ഉപയോഗിക്കുന്ന സാധനം, അത് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കവർ മീൻസ് അതിൻ്റെ പുറത്തുള്ള കവറൊക്കെ എന്ന് പറഞ്ഞാൽ ഡാമേജ്ഡ് ആയിട്ടായിരുന്നു. പക്ഷേ ഉള്ളിലുള്ളത് പൊട്ടിച്ച് നോക്കിയിട്ടോ ഒന്നുമില്ല. ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ അവർ റിട്ടേൺ അയക്കുന്ന സാധനങ്ങളാണോ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത് അച്ഛൻ ഒരു കാര്യം ഓർഡർ ചെയ്തു, കിച്ചണിലേക്ക് വേണ്ടി എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. അപ്പം അത് ഓർഡർ ചെയ്തപ്പം അതിൻ്റെ പാക്കേജ് ഇതുപോലെയായിരുന്നു. അതായത് ഒരു ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സാധനം വന്നു. പക്ഷേ അതിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ടുള്ള ആ ഒരു പാക്കേജ് ഡാമേജ്ഡ് ആയിരുന്നു. ഡാമേജ്ഡ് മീൻസ് അത് മുമ്പ് ആരോ പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പാക്കേജ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ പ്രോഡക്റ്റ് പുതിയതാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രോഡക്റ്റ് പുതിയതാണ്, പ്രോഡക്റ്റ് പൊട്ടിച്ചിട്ടില്ല, അതിൻ്റെ ടേപ്പൊക്കെ അതുപോലുണ്ട്, പൊട്ടിച്ചിട്ടില്ല എന്ന് 100% നമുക്ക് ഉറപ്പ് വരുത്താം. പക്ഷേ അതിൻ്റെ പുറത്തുള്ള ഈ കവറിങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഡാമേജ്ഡായി വരുന്നത് എന്ന് എൻ്റെ ഉള്ളിലൊരു ഡൗട്ടുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഗോപ്രോയുടെ ഫ്ലോട്ടിംഗ് സ്റ്റിക്കിനും ഇതേ അനുഭവം വരുന്നു. അതായത് ഔട്ടർ കവറിങ് ആയിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ GTDCയിലേക്ക് പോയിട്ടാണ് ആ ഒരു കൊറിയർ മോഡൽ എടുത്തത്. ബട്ട് സ്റ്റിൽ ഗൈസ് ഐ ഹാവ് എ ഡൗട്ട്. അതായത് ഈ സാധനങ്ങളൊക്കെ ഇവർ റിട്ടേൺ അയക്കുന്നതാണോ ഇത്ര നേരത്തെ ഇവർ കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതായത് അച്ഛൻ ഓർഡർ ചെയ്ത ഈ ഒരു സാധനം ആരെങ്കിലും റിട്ടേൺ അടിച്ചിട്ട് അത് നമ്മളിലേക്ക് വരുന്നതാണോ എന്ന് ഒരു ഡൗട്ടുണ്ട് ഗൈസ്. നിങ്ങളിൽ എത്ര പേര് ഇങ്ങനത്തെ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഗൈസ്? മേ ബി ചിലപ്പം അവർ റിട്ടേൺ അയക്കുന്നതായിരിക്കാം. ബട്ട് എന്തോ അതിൻ്റെ ആ ഒരു പാക്കേജ് കാണുമ്പോഴേ നമ്മുടെ കസ്റ്റമറിൻ്റെ ആ ഒരു ഇംപ്രഷൻ പോവും. ദാറ്റ്സ് ഇറ്റ്.